ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഒന്നായാലും രണ്ടായാലും നമുക്ക് കാര്യം നടന്നാ മതി. ആ പിന്നെ ക്ലോറോഫോം എടുത്തിട്ടില്ലേ? ഉണ്ട്. പക്ഷേ ഇതിപ്പോ ഓട്ടോക്കാരൊക്കെ നിൽക്കുന്ന സ്ഥലമാ. ഇവിടെ ഒരു ഫാമിലി ആയിട്ടൊരു പരിപാടിക്ക് വന്നിരിക്കുക. ആ അപ്പ സൂക്ഷിക്കണം. ഞങ്ങൾക്കൊപ്പം ഞങ്ങളുടെ പ്രശ്നങ്ങൾക്കൊപ്പം തോളോട് തോള് ചേർന്ന് നിൽക്കാൻ മനസ്സുള്ള ഓട്ടോ ഡ്രൈവറായ വിഷ്ണു എന്ന ഞങ്ങളുടെ സഹപ്രവർത്തകൻ ജില്ലാ കളക്ടർ ശാലിനി വിഷ്ണുവിന്റെ ഭർത്താവാണെന്ന കാര്യവും നമുക്ക് സന്തോഷം തരുന്ന കാര്യമാണ്. ഇന്ന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് കളക്ടറും ഫാമിലിയും വരുന്നത് പോലീസ് പ്രൊട്ടക്ഷനോ ഔദ്യോഗിക വാഹനമോ ഇല്ലാതെ സാധാരണക്കാരിൽ സാധാരണക്കാരന്റെ വാഹനമായ നമ്മുടെ സ്വന്തം ഓട്ടോറിക്ഷയിലാണെന്ന് പറയുമ്പോൾ ഓട്ടോ കൊണ്ട് ഉപജീവനം തേടുന്ന നമ്മൾ ഓരോരുത്തർക്കും ഇത് അഭിമാന നിമിഷമാണ്. നമ്മുടെ കളക്ടറെ സ്വീകരിക്കുന്നതിനായി നമുക്കെല്ലാവർക്കും ഒരുമിക്കാം. കാണുന്നില്ലല്ലോ. ഇപ്പൊ വരും. നമസ്കാരം മാഡം. നമസ്കാരം. താങ്ക് യു. വരും മാഡം, എല്ലാരും കാത്തിരിപ്പുണ്ട്. വരും. സത്യം നോക്കേ. വാ നമുക്ക് അവരോട് പോയി കളിക്കാം. എങ്ങോട്ടാ കളിക്കാൻ പോവാ? രണ്ടെണ്ണത്തോട് ഒരു കാര്യം പറയാം. അവിടെ അകത്ത് പരിപാടി എടുക്കാം. അങ്ങോട്ട് പോണ്ടേ? ഇവിടെ വന്നാ മതിയോ? അച്ഛനൊന്നും മിണ്ടായിരുന്നേ. അവിടെ പോയിരുന്ന ബോറടിക്കും. ഞങ്ങളൊന്നും വരുന്നില്ല. വാ പപ്പി. അല്ല മക്കളെ വീഴല്ലേ. രണ്ടെണ്ണം കൂടി കളിച്ച് കളിച്ച് അവിടുത്തെ പിള്ളേരെ അടിക്കരുതേ. ഞാൻ കുറച്ചേരം ആടട്ടെ. ഞങ്ങൾ ഇവിടെ നിന്ന് കളിച്ചോളാം. അച്ഛൻ പോയിക്കോ അച്ഛാ. ഇതെന്തൊരു കഷ്ടാ. സൂക്ഷിച്ച് കളിക്കണേ. ആ സൂക്ഷിച്ചോളാം. സത്യം ഇനി ഞാൻ ആടട്ടെ. ആ ഇനി പപ്പി ഏറിക്കോ. അത് കുറെ കുട്ടികളുണ്ടല്ലോ. ആ നല്ല ഡ്രസ് ഇട്ട കുട്ടികളിൽ ഒരാളെയാണ് നമുക്ക് പൊക്കേണ്ടത്. അതിലേത് കുട്ടി? അത് വിളിച്ച് ചോദിക്കേണ്ടി വരും. എങ്കിൽ ചോദിക്കേ. ഈ ഫംഗ്ഷൻ തീരുന്നതിന് മുമ്പ് കുട്ടിയെ കൊണ്ട് കടക്കണം. ആ എന്തായി പീറ്ററെ, കാര്യം നടന്നോ? ഇല്ല. ഇവിടെ 2 കുട്ടികളുണ്ടല്ലോ. ഇതിലേത് കുട്ടിയാ നമുക്ക് പൊക്കേണ്ടത്? രണ്ടിനെയും പൊക്കിക്കോ. ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ. ഒന്നായാലും രണ്ടായാലും നമുക്ക് കാര്യം നടന്നാ മതി. ആ പിന്നെ ക്ലോറോഫോം എടുത്തിട്ടില്ലേ? ഉണ്ട്. പക്ഷേ ഇതിപ്പോ ഓട്ടോക്കാരൊക്കെ നിൽക്കുന്ന സ്ഥലമാ. ഇവിടെ ഒരു ഫാമിലി ആയിട്ടൊരു പരിപാടിക്ക് വന്നിരിക്കുക. അപ്പ സൂക്ഷിക്കണം.
ഒരു സംശയം തോന്നാത്ത രീതിയിൽ വേണം കാര്യങ്ങൾ ചെയ്യാൻ. അറിയാലോ, ഓട്ടോക്കാര് ചങ്ക് പറിച്ച് കൂടെ നിൽക്കുന്നവരാ. അവര് കൂടിയാലേ കാക്കക്കൂട്ടം പോലെയാ. രക്ഷപ്പെടാൻ പറ്റിയെന്ന് വരില്ല. ബെൻസൺ എന്തിയെ? കൂടെയുണ്ട്. എന്നാ പിന്നെ ചടങ്ങ് കഴിഞ്ഞിട്ട് വിളിക്കാം. ആ പിന്നെ ഇരുട്ടിയിട്ട് കൊണ്ടുവന്നാ മതി, ഇല്ലെങ്കിൽ സംശയം തോന്നും. ഓക്കെ. രണ്ടിനെയും പൊക്കിക്കോളാം. കണക്കുകൂട്ടലുകളെല്ലാം തെറ്റിപ്പോയേക്കാം. പ്രതീക്ഷിച്ച രീതിയിലല്ല അവൻ വളർന്നത്. അവന്റെ മനസ്സിൽ ഇത്രയും ക്രൂരതയുണ്ടെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. അവൻ ചെയ്ത എല്ലാ തെറ്റുകൾക്കും ഇക്കാനോട് ഞാൻ മാപ്പ് ചോദിക്കുക. ബന്ധങ്ങളുടെ വില അവൻ അറിയില്ല ഇക്ക. അവന്റെ ഉള്ളിൽ എന്തൊക്കെയോ ലഹരിയുണ്ട് ഇക്ക. ഇല്ലെങ്കിൽ ഇക്കാനോട് ഇങ്ങനെയൊക്കെ അവൻ ചെയ്യോ? ഇക്ക ഓർക്കുന്നുണ്ടോ എങ്ങനെ വളർത്തിക്കൊണ്ട് വന്നതാ നമ്മൾ അവനെ? അവന്റെ വാപ്പയെക്കാളും ചെറുപ്പത്തിൽ അവന്റെ സ്നേഹം മുഴുവൻ ഇക്കായോടായിരുന്നു. നൂർജഹാനെക്കാളും വാത്സല്യത്തോടെയല്ലേ ഇക്ക എന്റെ മോനെ കണ്ടിരുന്നത്. എന്നിട്ട് എന്റെ ഇക്കാനോട് അവൻ എങ്ങനെയൊക്കെ ചെയ്തത്? ഈ പാവമൊക്കെ എങ്ങനെ ഇക്കാൻ ഞാൻ വീട്ടിൽ തീർക്ക? ഇനിയിപ്പൊ നൂർജഹാന്റെ കാര്യത്തിൽ വ്യക്തമായിട്ട് ആലോചിക്കേണ്ടിയിരിക്കുന്നു. അവളെ എനിക്ക് അങ്ങനെ ഉപേക്ഷിച്ചെഴുതി തള്ളിക്കളയാൻ പറ്റില്ല. നസീർ എന്റെ മകനൊക്കെയാ. പക്ഷെ അവന്റെ ഇപ്പോഴത്തെ പോക്കിൽ എനിക്ക് പേടിയാ. അവന്റെ കയ്യിലേക്ക് നൂർജഹാനെ കൊടുത്താൽ എന്റെ നബീസാന്റെ ആത്മാവ് എന്നോട് പൊറുക്കില്ല. അതുകൊണ്ട് ഈ കല്യാണം നമുക്കിപ്പൊ നടത്തണ്ട ഇക്ക. എനിക്ക് പേടിയാ എന്റെ മോനെ. ഈ കല്യാണം വേണ്ട ഇക്ക. വേണം. മക്കള് വഴിപിഴച്ചു പോയിട്ടല്ല തള്ളമാർ അവരെ കുറിച്ച് ചിന്തിക്കേണ്ടത്. വഴിപിഴച്ച് പോകുന്നതിന് മുമ്പാ. അവന്റെ കൂട്ട് അവനെ അല്പം വഷളാക്കി, അതെനിക്കും അറിയാവുന്നതാ. പക്ഷേ എന്ന് വെച്ച് നമുക്ക് നമ്മുടെ മകനെ കളയാൻ പറ്റുമോ? ഇല്ല. അവനെ ഗുണദോഷിച്ച് നന്നാക്കി എടുക്കണം. അതിനുള്ള ഏക മരുന്നാണ് നൂർജഹാൻ. അപ്പൊ ഇതൊരു പരീക്ഷണ കല്യാണമാണോ? അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും ചിന്തിക്കാം.